to a new session of Get Focused. Okay, അപ്പോൾ നെക്സ്റ്റ് സെഷൻ ഇസ് പെൽവിസ്. ഓക്കെ, നിങ്ങൾക്ക് ഫോർത്ത് ഇയർ OBG എക്സാമിനായാലും നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൻസിനായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പെൽവിസ്. ഓക്കെ, pelvis is mainly composed of 4 bones. Okay, that is, you can see this, that is the sacrum, coccyx and 2 innominate bones. Okay, you can see the sacrum, coccyx and 2 innominate bones. Okay, in that okay, 2 innominate bonds is divided. ഓക്കെ, ഈ ഇനോമിനേറ്റ് ബോൺസ് എന്ന് പറയുന്നത് ഫ്യൂസ് ചെയ്തിരിക്കുന്നത് 3 ബോൺസ് ചേർന്നാണ് 2 ഇനോമിനേറ്റ് ബോൺസ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇലിയം, ഇഷിയം ആൻഡ് ദ പ്യൂബിസ്. ഓക്കെ, 2 ഇനോമിനേറ്റ് ബോൺസ് ആർ ഫോംഡ് ബൈ ദ ഇലിയം, ഇഷിയം ആൻഡ് ദ പ്യൂബിസ്. ഓക്കെ, then next is the true pelvis and the false pelvis. Okay, false pelvis means it lies above the pelvic brim and has no obstetrical significance. It is the false pelvis. Next is the true pelvis. That is, true pelvis lies below the pelvic brim and plays an important role in the childbirth and delivery. Okay, അപ്പോൾ നമുക്ക് ട്രൂ പെൽവിസും ഉണ്ട്, അതുപോലെ തന്നെ ഫോൾസ് പെൽവിസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പെൽവിക് ബ്രിം എടുക്കുകയാണെങ്കിൽ പെൽവിക് ബ്രിമ്മിന് മുകളിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഫോൾസ് പെൽവിസ്. ഓക്കെ, ഇതിന് നമ്മൾ ഒബ്സ്ട്രറ്റിക്കൽ ആയിട്ട് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ദ ട്രൂ പെൽവിസ്. ഓക്കെ, ട്രൂ പെൽവിസ് മീൻസ് ഇറ്റ് ലൈസ് ബിലോ ദ പെൽവിക് ബ്രിം ആൻഡ് ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ചൈൽഡ് ബർത്ത് ആൻഡ് ഡെലിവറി. Okay, okay, understand? Okay, that is, the true pelvis is divided again into 3 parts. That is the pelvic inlet, pelvic cavity and the pelvic outlet. Okay, that means pelvic inlet എവിടെയാണ് ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെൽവിക് ഇൻലെറ്റ് ലൈസ് അറ്റ് ദ ലെവൽ ഓഫ് പെൽവിക് ബ്രിം. അപ്പോൾ നമ്മൾ ആ ഒരു പെൽവിസിൻ്റെ ബ്രിം തൊട്ട് നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പെൽവിസിൻ്റെ ബ്രിമ്മിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ദാറ്റ് ഈസ് എ പെൽവിക് ഇൻലെറ്റ്. ഓക്കെ, ഇൻലെറ്റിനാണ് നമുക്ക് ആ ഒരു ബ്രിം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? പെൽവിക് ഇൻലെറ്റ് ലൈസ് അറ്റ് ദ ബ്രിം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പെൽവിക് ഇൻലെറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ഇസ് എ പെൽവിക് ക്യാവിറ്റി. പെൽവിക് ക്യാവിറ്റി മീൻസ് നമ്മൾ കുറച്ചും കൂടെ വന്നു അല്ലേ? പെൽവിക് ക്യാവിറ്റി മീൻസ് ഇറ്റ് ലൈസ് അറ്റ് ദ ലെവൽ ഓഫ് ഇഷിയൽ സ്പൈൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇഷിയൽ സ്പൈനിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷിയൽ സ്പൈന് നമുക്ക് കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് ഈസ് ഇറ്റ് ഈസ് എ മോസ്റ്റ് കേസസ് ഓഫ് ഡീപ്പ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ്. ഓക്കെ, നമുക്ക് കൂടുതലായിട്ടും ഡീപ്പ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത് ഈ ഒരു ഇഷിയൽ സ്പൈനിലാണ്. ഓക്കെ, ആ ലെവൽ ഓഫ് ദ ഇഷിയൽ സ്പൈനിലാണ്. ഓക്കെ, ദെൻ ഇഷിയൽ സ്പൈൻസ് റെപ്രസെൻറ്റ് ദ സീറോ സ്റ്റേഷൻ ഓഫ് ദ ഹെഡ്. ഹെഡിൻ്റെ സീറോ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഇഷിയൽ സ്പൈൻ ആൻഡ് ദ എക്സ്റ്റേണൽ ഓസ് ലൈസ് അറ്റ് ദിസ് ലെവൽ. ഓക്കെ, ദെൻ ദ ഇൻറ്റേർണൽ റൊട്ടേഷൻ ഒക്കേഴ്സ് അറ്റ് ദിസ് ലെവൽ. അപ്പോൾ നമ്മുടെ ആ ഒരു മെക്കാനിസം ഓഫ് ലേബറിൽ ഇൻറ്റേർണൽ റൊട്ടേഷൻ നടക്കുന്നതും ഈ ഒരു ഇഷിയൽ സ്പൈനിലാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ ഫോർവേഡ് കർവ് ഓഫ് ദ പെൽവിക് ആക്സിസ്. അതുപോലെ തന്നെ ഡീപ്പ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് കോമൺ ആയിട്ട് ഉണ്ടാവുന്നതും ഈ ഒരു ഇഷിയൽ സ്പൈൻ ലെവലിലാണ്. അതുപോലെ ഇഷിയൽ സ്പൈൻസ് റെപ്രസെൻറ്റ് സീറോ സ്റ്റേഷൻ ഓഫ് ദ ഹെഡ് ആൻഡ് ദ എക്സ്റ്റേണൽ ഓസ് ലൈസ് അറ്റ് ദിസ് ലെവൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇഷിയൽ സ്പൈനിൻ്റെ ഉള്ള സിഗ്നിഫിക്കൻസ്. ഓക്കെ, then next is the pelvic outlet. That is the third one. That is, it lies at the level of ischial tuberosity. ആ ഒരു ഇഷിയൽ ട്യൂബറോസിറ്റി ലെവലിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? പെൽവിക് ഔട്ട്ലെറ്റ്. ഓക്കെ, then next we can see the pelvic inlet. Okay, pelvic inlet is transverse oval in shape in the most common variety of pelvis.
ഓക്കെ, നമുക്ക് മോസ്റ്റ് കോമൺ വെറൈറ്റി ഓഫ് പെൽവിസ് ഇസ് ദ ഗൈനക്കോയിഡ് പെൽവിസ്. ഓക്കെ, നമ്മൾ ആ ഒരു സെഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ട്രാൻസ്വേഴ്സ് ഓവൽ ഷേപ്പ് ആയിരിക്കും നമ്മുടെ മോസ്റ്റ് കോമൺ പെൽവിക് ഇൻലെറ്റും. ഓക്കെ, അതായത് നമ്മുടെ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്തായിരിക്കും? വൈഡ് ആയിരിക്കും അല്ലേ? ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ വൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ആൻട്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ എങ്ങനെയായിരിക്കും? ഷോർട്ട് ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് നാരോവസ്റ്റ് ഇൻ ദ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ ആൻഡ് ദ വൈഡസ്റ്റ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. നമ്മൾ പെൽവിക് ഇൻലെറ്റ് ഒരു ഗൈനക്കോയിഡ് പെൽവിസ് ആണ് മോസ്റ്റ് ഫേവറബിൾ പെൽവിസ്. അപ്പോൾ ആ ഒരു ഗൈനക്കോയിഡ് പെൽവിസിൻ്റെ ആ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗൈനക്കോയിഡ് പെൽവിസിൽ ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഈസ് ദ വൈഡസ്റ്റ് ആൻഡ് ദ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ ഈസ് ദ ഷോർട്ടസ്റ്റ്. ഓക്കെ, അതാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരു മോസ്റ്റ് ഫേവറബിൾ പെൽവിസ് എടുക്കുന്ന ഗൈനക്കോയിഡ് പെൽവിസിൽ വരുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഇസ് വി മൂവ് ഓൺ ടു ദ ഡയമീറ്റേഴ്സ് ഓഫ് ദ പെൽവിക് ഇൻലെറ്റ്. ഇപ്പം നമ്മൾ കുറച്ച് ഡയമീറ്റേഴ്സ് പെൽവിക് ഇൻലെറ്റിൻ്റെ ഡയമീറ്റേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഇൻലെറ്റ് എന്ന് വെച്ചാൽ എവിടെയാണ്? ഇറ്റ് ഈസ് അറ്റ് ദ ലെവൽ ഓഫ് ദ പെൽവിക് പ്രിം. ഓക്കെ, that is the first one is the anteroposterior diameter. Okay, anteroposterior diameter, that is നമുക്ക് anteroposterior diameter എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ that is the anteroposterior diameter. It is measured from the midpoint of the sacral promontory to the upper border of the symphysis pubis. അതായത് നമ്മുടെ സേക്രൽ പ്രൊമോൺട്രിന്നും പ്യൂബിക് സിംഫൈസിൻ്റെ അപ്പർ ബോർഡർ വരെ ഉള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ട്രൂ കോൺജുഗേറ്റ് ഓർ അനാറ്റമിക്കൽ കോൺജുഗേറ്റ്. ഓക്കെ, the next is the transverse diameter of the pelvic inlet. Okay, transverse diameter means it is the distance between the farthest 2 points on the iliopectineal line. Okay, അപ്പോൾ ലാർജസ്റ്റ് നമ്മുടെ ഒരു പെൽവിക് ഇൻലെറ്റിൻ്റെ ലാർജസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് എ ഒബ്ലിക് ഡയമീറ്റർ ഓഫ് പെൽവിക് ഇൻലെറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് 2 ഒബ്ലിക് ഡയമീറ്റേഴ്സ് ഉണ്ട്, റൈറ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് ഒബ്ലിക് ഡയമീറ്റേഴ്സും ഉണ്ട്. 12 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കാം. ദെൻ വി മൂവ് ഓൺ ടു ദ mid pelvis. Okay, mid pelvis means the mid pelvis is measured at the level of the ischial spine, also called the midplane or plane of least pelvic diameter. That is the mid pelvis. Okay, mid pelvis is measured at the level of the ischial spine. Okay, that is ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇഷിയൽ സ്പൈൻ്റെ സിഗ്നിഫിക്കൻസ്. ഇൻറ്റേർണൽ റൊട്ടേഷൻ ഇഷിയൽ സ്പൈനിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡീപ്പ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് ഉണ്ടാവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇഷിയൽ സ്പൈൻ ലെവലിലാണ്. അതുപോലെ തന്നെ ഇഷിയൽ സ്പൈൻ റെപ്രസെൻ്റ് ദ സീറോ സ്റ്റേഷൻ ഓഫ് ദ ഹെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ഇഷിയൽ സ്പൈൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് നോക്കി വെച്ചേക്കാം. ദെൻ the next is the pelvic outlet. Okay, it lies at the level of ischial tuberosity. Okay, ischial tuberosity ലെവലിലാണ് നമ്മുടെ പെൽവിക് ഔട്ട്ലെറ്റ് ഉള്ളത്. ഓക്കെ, പെൽവിക് ഔട്ട്ലെറ്റ് ഉള്ളത്. ഓക്കെ, അതിനകത്ത് നമുക്ക് വരുന്നത് അനാറ്റമിക്കൽ പെൽവിക് ഔട്ട്ലെറ്റ്. ഓക്കെ, അനാറ്റമിക്കൽ പെൽവിക് ഔട്ട്ലെറ്റ്, അതുപോലെ തന്നെ പ്ലെയിൻ ഓഫ് അനാറ്റമിക് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. The next is the waist space of Morris. അപ്പോൾ വേസ്റ്റ് സ്പേസ് ഓഫ് മോറിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. That is, normally the width of the pubic arch is such that a round disc of 9.4 cm, okay, can pass through the pubic arch at a distance of 1 cm from the midpoint of the inferior border of the symphysis pubis. That is, this point is known as the waist space of Morris. Okay, you can see this space is the waist space of the Morris.
The next we can move on to ടൈപ്സ് ഓഫ് പെൽവിസ്. ഓക്കെ, നമുക്ക് ഈ ടൈപ്സ് ഓഫ് പെൽവിസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ മാസം നടന്ന നമ്മുടെ 4th ഇയറിൻ്റെ ഗൈനക്കോളജി എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്സ് ഓഫ് പെൽവിസിൽ നിന്നായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്ന ടോപ്പിക്കാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പെൽവിസ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് പെൽവിസ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ദ ഗൈനക്കോയിഡ് പെൽവിസ്. ഓക്കെ, മോസ്റ്റ് കോമൺ അല്ലേ, നമ്മളിത് നോക്കുമ്പോൾ 50% മോസ്റ്റ് കോമൺ ടൈപ്പാണ് ഗൈനക്കോയിഡ് പെൽവിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ ആന്ത്രോപോയിഡ് പെൽവിസ്, ദാറ്റ് ഇസ് 25%. Then third one is the android pelvis, that is 20%. Then the platypelloid pelvis is 5%. Okay. Then we can see what is gynecoid pelvis. Okay, that is, you can see the 4 pelvis here, and you can see the different pelvic inlet adella diameters ellam different aanu. Appo anganeyulla karyangalellam namukku nokkam. That is a gynecoid pelvis. Gynecoid pelvis is a female type of pelvis. Okay, female type of pelvis ആണ് gynecoid pelvis. Okay, gynecoid related to female. Okay, that is a female pelvis ആണ്. It is transverse oval in shape. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഒരു പെൽവിക് ഇൻലെറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ഓവലാണ്. ദാറ്റ് ഈസ് എ ഗൈനക്കോയിഡ് പെൽവിസ്. ഓക്കെ, ഇൻ ദിസ് ഗൈനക്കോയിഡ് പെൽവിസ്, നമ്മൾ ഗൈനക്കോയിഡ് പെൽവിസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മോസ്റ്റ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ദാണ്ട് ഈ കാണുന്നുണ്ടോ, ദിസ് ഇസ് ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആൻഡ് ദിസ് ഇസ് ദ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ. ഇൻ ഗൈനക്കോയിഡ് പെൽവിസ്, ദിസ് transverse diameter is slightly higher than the anteroposterior diameter, and also ischial spine is not prominent. Okay, then it favors the normal delivery. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെച്ചേക്കുക. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കേണ്ടത് ഈ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഈ സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ. ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആണ് ഇതിനകത്ത് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്ററിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതായിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ദ ആൻഡ്രോയിഡ് പെൽവിസ്. ആൻഡ്രോയിഡ് പെൽവിസ് മീൻസ് ഇറ്റ് ഈസ് എ മെയിൽ ടൈപ്പ് പെൽവിസ്. ഓക്കെ, മെയിൽ ടൈപ്പ് പെൽവിസ് ആൻഡ് ഇറ്റ് ഈസ് എ ഹാർട്ട് ഷേപ്ഡ് പെൽവിസ്. ഓക്കെ, that is the transverse diameter greater than the anteroposterior diameter. Okay, മറ്റേതിൽ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആയിരുന്നു, ഇതിൽ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്ററിനെക്കാട്ടി ഗ്രേറ്റർ ആണ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. അതുപോലെ തന്നെ സുപ്രാ പ്യൂബിക് ആംഗിൾ ഒരു 90 ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. Then ischial spine is prominent. You can see the ischial spine. Okay, ischial spine is more prominent. Ischial spine is more prominent in the android pelvis. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡീപ്പ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ്, അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷനൊക്കെ വരാനായിട്ടുള്ള കോമൺ ആയിട്ടുള്ളത് ഈ ഒരു ആൻഡ്രോയിഡ് പെൽവിസ് ആണ്. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ഇൻസ്ട്രുമെൻറ്റ് ഡെലിവറി ആയിരിക്കും ആൻഡ്രോയിഡ് പെൽവിസ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ അറിയാം, കണ്ടോ, ഇസ് ദ ആൻഡ്രോയിഡ് പെൽവിസിൽ ഇഷിയൽ സ്പൈൻ ഇസ് മോർ പ്രോമിനൻറ്റ്. കണ്ടോ, ഇഷിയൽ സ്പൈൻ പ്രോമിനൻ്റ് ആണ്, മോർ പ്രോമിനൻ്റ് ആണ്. ഓക്കെ, ദ ഡിഫിക്കൽട്ട് ഇൻസ്ട്രുമെൻറ്റ് ഡെലിവറി. ഓക്കെ, ഹാർട്ട് ഷേപ്ഡ് ആണ് ആൻഡ്രോയിഡ് പെൽവിസ്. ഓക്കെ, the next is the anthropoid pelvis. Anthropoid pelvis, it is an ape-like pelvis. Ape-like pelvis is seen in anthropoid pelvis, and only pelvis with anteroposterior diameter greater than transverse diameter. നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പിലെല്ലാം ഏതായിരുന്നു, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആയിരുന്നു ഗ്രേറ്റർ. ഓക്കെ, ഒള്ളി പെൽവിസ്, ഈ ഒരേ ഒരു പെൽവിസിനാണ് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിനെക്കാട്ടിയും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിൻ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ആന്ത്രോപോയിഡ് പെൽവിസിലാണ് anteroposterior diameter greater than transverse diameter, and
ഫേസ് ടു പ്യൂബിസ് ഡെലിവറി ആകാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണ്? ആൻഡ്രോപോയിഡ് പെൽവിസ്. അപ്പോൾ ഫേസ് ടു പ്യൂബിസ് ഡെലിവറി നിങ്ങൾ ഓർക്കുക, ഫേസ് ടു പ്യൂബിസ് ഡെലിവറി ഈസ് മോർ കോമൺ ഇൻ ദ ആൻഡ്രോപോയിഡ് pelvis. The next is the platypeloid pelvis. Okay, it is least common ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ദാറ്റ് ഈസ് platypeloid pelvis. ദാറ്റ് ഈസ് എ ഫ്ലാറ്റ് പെലോയിഡ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് പെൽവിസ്. അപ്പോൾ ഫ്ലാറ്റ് പെൽവിസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓർക്കാം? ഫ്ലാറ്റ്. ഓക്കെ, സോ ദ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഇസ് മച്ച് മോർ ഗ്രേറ്റർ ദാൻ ദ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിലെല്ലാം എന്തായിരുന്നു? ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ ദ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ ആയിരുന്നു. ഇവിടെ ഡയമീറ്ററിനെക്കാട്ടി ഫാർ ഇൻക്രീസ്ഡ് ആയിരിക്കും എന്ത്? ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പെൽവിസിനെ കുറിച്ച് ഓർത്തിരിക്കുക. അതായത് ടൈപ്പ് ഓഫ് പെൽവിസ്, ഗൈനക്കോയിഡ് പെൽവിസ്, ആൻഡ്രോയിഡ് പെൽവിസ്, ആൻഡ്രോപോയിഡ് പെൽവിസ് ആൻഡ് പ്ലാറ്റിപെലോയിഡ് pelvis. Gynecoid pelvis is the more common type of pelvis. Then android pelvis is the male type pelvis. Then anthropoid pelvis is ape-like pelvis. Platypeloid is the flat pelvis. Okay, the pelvis that is most suitable for delivery, normal delivery, is gynecoid pelvis. Okay, then next നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് കൺട്രാക്റ്റഡ് പെൽവിസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതും കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുക. ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ദാറ്റ് ഈസ് ഷുവർ ഷോർട്സ് പോലെയുള്ള കുറച്ച് പോയിൻറ്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, ടൈപ്പ് ഓഫ് കൺട്രാക്റ്റഡ് പെൽവിസ്. ഫസ്റ്റ് വൺ ഇസ് എ റാച്ചിറ്റിക് പെൽവിസ്. ഓക്കെ, റാച്ചിറ്റിക് പെൽവിസ് ഇസ് സീൻ ഇൻ റിക്കറ്റ്സ്. ആർ വെച്ച് ഓർത്ത് നോക്കുക. ഇറ്റ്സ് മോസ്റ്റ് കോമൺലി സീൻ ഇൻ റിക്കറ്റ്സ് ഉള്ള പേഷ്യൻറ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു റാച്ചിറ്റിക് പെൽവിസ് കാണുന്നത്. ഓക്കെ, ദെൻ ട്രൈ റേഡിയേറ്റ് പെൽവിസ്, ദെൻ ഓസ്റ്റിയോമലേഷിക് പെൽവിസ്, ദെൻ നെക്സ്റ്റ് നീഗിൾസ് പെൽവിസ് ആൻഡ് റോബർട്ട്സ് പെൽവിസ്. ഓക്കെ, നീഗിൾസ് പെൽവിസ് മീൻസ് ഈ 1 ala ഓഫ് സേക്രൽ ബോൺ ഈസ് ആബ്സെൻറ്റ്. സേക്രൽ ബോണിൻ്റെ 1 ala ആബ്സെൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് നീഗിൾസ് പെൽവിസ്. അപ്പോൾ ഈ ഒരു 3 പെൽവിസും എന്താ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റോബർട്ട്സ് പെൽവിസ്, ഇഫ് ബോത്ത് ala ഓഫ് സേക്രൽ ബോൺ ആർ ആബ്സെൻറ്റ്. അപ്പോൾ 1 ala മാത്രം സേക്രൽ ബോണിൻ്റെ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നീഗിൾസ് പെൽവിസ്. 1, ദാറ്റ് ഈസ് 1 ആൻഡ് നീഗിൾസിൻ്റെ n. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എ റോബർട്ട്സ് പെൽവിസ് എന്ന് വെച്ചാൽ ബോത്ത് ഓഫ് ദ ala ഓഫ് ദ സേക്രൽ ബോൺ ആർ ആബ്സെൻറ്റ്. സേക്രൽ ബോണിൻ്റെ ബോത്ത് ആലയും ആബ്സെൻ്റ് ആണ്, ദാറ്റ് ഈസ് ദ റോബർട്ട്സ് പെൽവിസ്. ദെൻ റാച്ചിറ്റിക് പെൽവിസ് ഇസ് സീൻ ഇൻ ദ പേഷ്യൻസ് വിത്ത് റിക്കറ്റ്സ്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഷുവർ ഷോർട്സിലേക്ക് പോവാം. കാരണം പെൽവിസിൽ നമ്മൾ കുറേ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഫുള്ള് കണ്ടിരിക്കുക. കാരണം ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്സും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്ററിനെക്കാട്ടിലും ഫാർ ഗ്രേറ്റർ ആയിരിക്കും ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. ദാറ്റ് ഈസ് ദ പ്ലാറ്റിപെലോയിഡ് പെൽവിസ്. ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഫ്ലാറ്റ് പെൽവിസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, അപ്പോൾ അതെങ്ങനെ വരും എന്നുള്ള കാര്യം. ദെൻ നെക്സ്റ്റ് ഇസ് ഡീപ്പ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് ഈസ് മോർ കോമൺ ഇൻ ആൻഡ്രോയിഡ് പെൽവിസ്. ആൻഡ്രോയിഡ് പെൽവിസിലാണ് നമ്മൾ ഡീപ്പ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത്. ഏതാണ്? ആൻഡ്രോയിഡ് പെൽവിസ്. ദാറ്റ് ഈസ് എ മെയിൽ ടൈപ്പ് പെൽവിസ്. The next is face to pubis delivery is more common in anthropoid pelvis. Then direct occipito-posterior position is more common in anthropoid pelvis. Broad fat pelvis is platypeloid pelvis. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിവിടെ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ടൈപ്പ് ഓഫ് പെൽവിസ്, അതുപോലെ തന്നെ നമ്മുടെ കൺട്രാക്റ്റഡ് പെൽവിസിൻ്റെ ടൈപ്സ്, അതുപോലെ മെയിൽ പെൽവിസ്, ഫീമെയിൽ പെൽവിസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ മെമ്മറി ഒന്ന് ബൂസ്റ്റപ്പ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് എക്സാമിന് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു.